നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ജില്ലയിൽ മികച്ച പോലീസ് സ്റ്റേഷനായി പട്ടാമ്പി പോലീസ് സ്റ്റേഷനെ തിരഞ്ഞെടുത്തു. 6ാം തവണയാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ ജില്ലയിലെ മികച്ച സ്റ്റേഷനുള്ള ബഹുമതിക്ക് അർഹമാവുന്നത്. പാലക്കാട് ജില്ലയിലെ മികച്ച പോലീസ് സ്റ്റേഷനായി വീണ്ടും പട്ടാമ്പി പോലീസ് സ്റ്റേഷനെ തിരഞ്ഞെടുത്തു. കഴിഞ്ഞ 6 മാസത്തിലും പട്ടാമ്പി പോലീസ് സ്റ്റേഷനെയാണ് മികച്ച സ്റ്റേഷനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയൽ, കഞ്ചാവ്, MDMA തുടങ്ങിയ ലഹരി ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കൽ, അനധികൃത ലോട്ടറി, ചൂതാട്ടം എന്നിവ കണ്ടെത്തി നടപടി സ്വീകരിക്കൽ, അനധികൃതമായി വിൽപ്പന നടത്തുന്ന സാധനങ്ങൾ പിടിച്ചെടുക്കൽ, മോഷണം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ തടയുക, ക്രമസമാധാന പരിപാലനം, വാറന്റ് കേസുകളിലെ പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കൽ, കേസുകൾ സമയബന്ധമായി അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കൽ, സാമൂഹ്യ വിരുദ്ധർക്കെതിരെ കാപ്പ ഉൾപ്പെടെയുള്ള കർശന നടപടികൾ, വാഹന അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള നടപടികൾ, ട്രാഫിക് നിയന്ത്രണം തുടങ്ങിയ വിവിധ മേഖലകളിലെ മികവിനാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനെ വീണ്ടും ജില്ലയിലെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും തുടർന്നും പൊതുജനങ്ങളുടെ സഹകരണം അനിവാര്യമാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ PK പത്മരാജൻ, സബ് ഇൻസ്പെക്ടർ മണികണ്ഠൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് കഴിഞ്ഞ 6 മാസമായി പട്ടാമ്പി പോലീസ് സ്റ്റേഷന് ജില്ലയിലെ മികച്ച പോലീസ് സ്റ്റേഷനായി ഉയർത്തുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. കപ്പൂർ പഞ്ചായത്തിലെ മാരായംകുന്ന് പാറപ്പുറം പള്ളിയുടെ കുളത്തിൽ 4 വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കപ്പൂർ പാറപ്പുറത്ത് താമസിക്കുന്ന വാക്കേല വളപ്പിൽ മുനീർ സഖാഫിയുടെയും ഷംലീനയുടെയും മകൻ 4 വയസ്സുള്ള മുഹമ്മദ് മുസമ്മിലാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെയാണ് കുട്ടിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് കുളത്തിനടിയിൽ നിന്നും ധരിച്ചിരുന്ന ചെരുപ്പ് കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ വെള്ളത്തിനടിയിൽ നിന്നും കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. പള്ളിയോട് ചേർന്നാണ് കുട്ടിയുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. മുൻപ് പിതാവിനൊപ്പവും മറ്റും കുട്ടി പലതവണ കുളത്തിൽ കുളിക്കാനായി എത്തിയിരുന്നു. ഈ ഓർമ്മയിൽ കുഞ്ഞ് കുളക്കരയിലെത്തുകയും വെള്ളത്തിലിറങ്ങുകയുമായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. ഫാത്തിമ ലുബാബ, അഹമ്മദ് മുജ്തബ, ആമിന എന്നിവർ സഹോദരങ്ങളാണ്. തൃത്താല പോലീസ് നേതൃത്വത്തിൽ തുടർ നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. CCTV ന്യൂസ്, തൃത്താല. പട്ടാമ്പി ശങ്കരമംഗലത്ത് യുവാവ് വാഹനാപകടത്തിൽ മരിക്കാനിടയായത് കാട്ടുപന്നി കുറുകെ ചാടിയത് ആണെന്ന് കണ്ടെത്തൽ. ശങ്കരമംഗലം സ്വദേശി രതീഷാണ് പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ചത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് അപകട കാരണം വ്യക്തമായത്. പട്ടാമ്പി ശങ്കരമംഗലത്തുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് പരിക്ക് പറ്റി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ശങ്കരമംഗലം മഞ്ഞാങ്കുഴിയിൽ ബാലന്റെ മകൻ 38 വയസ്സുകാരനായ രതീഷാണ് ജനുവരി 15-ന് ചികിത്സയിലിരിക്കെ മരിച്ചത്. ജനുവരി 12-നായിരുന്നു അപകടം സംഭവിച്ചത്. സ്കൂട്ടറിൽ വരികയായിരുന്ന രതീഷ് അപകടത്തിൽപ്പെട്ട് പരിക്ക് പറ്റി കിടക്കുന്നതാണ് നാട്ടുകാർ കണ്ടത്. അപകട കാരണം വ്യക്തമായിരുന്നില്ല. തുടർന്ന് പട്ടാമ്പി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചത്. ഇതേ തുടർന്നാണ് പന്നി കുറുകെ ചാടിയാണ് അപകടമുണ്ടായതെന്ന് വ്യക്തമായത്. കയറ്റിറക്ക് തൊഴിൽ കാത്തിടാൻ എന്ന മുദ്രാവാക്യമുയർത്തി കേരള സ്റ്റേറ്റ് ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് ഫെഡറേഷൻ CITU വടക്കൻ മേഖലാ ജാഥയ്ക്ക് ജില്ലാ അതിർത്തിയായ നീലിയാട് സ്വീകരണം നൽകി. ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി R രാമു ക്യാപ്റ്റനും വൈസ് പ്രസിഡന്റ് K രാമദാസ് വൈസ് ക്യാപ്റ്റനുമായാണ് ജാഥ. CITU ജില്ലാ പ്രസിഡന്റ് PN മോഹനൻ, ചുമട്ടുതൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് TM ശശി, ട്രഷറർ B വിജയൻ, ജോയിന്റ് സെക്രട്ടറി V അനിരുദ്ധൻ എന്നിവർ ചേർന്ന് ജാഥയെ ജില്ലയിലേക്ക് സ്വീകരിച്ചു. കൂറ്റനാട്, ഒറ്റപ്പാലം, പാലക്കാട്, കൊല്ലങ്കോട്, ആലത്തൂർ, മണ്ണാർക്കാട് എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം രാത്രി മലപ്പുറം ജില്ലയിൽ പ്രവേശിപ്പിച്ചു. കൂറ്റനാട് സ്വീകരണത്തിൽ AV ഖാദർ അധ്യക്ഷനായി. V അനിരുദ്ധൻ സ്വാഗതം പറഞ്ഞു. ആടിന് പിറന്നത് പോത്തിന്റെ മുഖമുള്ള കുഞ്ഞ്. തൃത്താല ഞാങ്ങാട്രിയിലാണ് വിചിത്ര പിറവി നടന്നത്. ഞാങ്ങാട്രി സെന്ററിലെ താഴത്തേതിൽ നൌഷാദിന്റെ വീട്ടിലാണ് ഈ അപൂർവ പ്രസവം ഉണ്ടായത്. 2 മാസം മുമ്പ് ഗർഭിണിയായ ആടിനെ വാങ്ങുകയും പരിചരിച്ചു വരികയുമായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ആട് 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. ഇതിലാണ് പോത്തിനോട് രൂപസാദൃശ്യമുള്ള കുഞ്ഞ് പിറന്നത്. വിചിത്ര രൂപത്തിൽ പ്രസവിച്ച കുഞ്ഞിന് അധികം വൈകാതെ ജീവൻ നഷ്ടപ്പെട്ടു. കൂടെ ജനിച്ച മറ്റു കുഞ്ഞിന് മാറ്റമൊന്നുമില്ല. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ കവിതയുടെ കാർണിവൽ 8ാം പതിപ്പ് പുരോഗമിക്കുന്നു. കാർണിവൽ ഞായറാഴ്ച സമാപിക്കും. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലാണ് അകം ഏകം അനേകം എന്ന പ്രമേയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് കവിതയുടെ കാർണിവൽ 8ാം പതിപ്പ് പുരോഗമിക്കുന്നത്. 3 ദിവസങ്ങളിലായാണ് കവിതയുടെ കാർണിവൽ നടക്കുന്നത്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള പ്രമുഖ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും കവിതാ കാർണിവലിൽ പങ്കെടുക്കുന്നുണ്ട്. കവിതാ കാർണിവലിന്റെ 2ാം ദിനം വിവർത്തന കവിതയോടുകൂടിയായിരുന്നു ആരംഭിച്ചത്. ഞാനും കവിതയും എന്ന വിഷയത്തിൽ പ്രഭാഷണവും നടന്നു. VR സുദീപ് പ്രഭാഷണം നിർവഹിച്ചു.
സ്നേഹം എന്നുള്ള ആ ഒരു പ്രയോഗമുണ്ടല്ലോ. നിർഹേതുകമായ സ്നേഹമാണ് ലോകത്തിൽ ജയിക്കുന്നത്. നിർഹേതുകമായ പ്രേമം ലോകത്തിൽ ജയിക്കുന്നു. പ്രേമത്തിന് ഹേതുവില്ലാതെ നമ്മൾ സ്നേഹിക്കുന്നു. ഒരാളെ സ്നേഹിക്കുന്നതിന് യാതൊരു കാരണവുമില്ല. പക്ഷേ ഈ ലോകത്തിൽ സ്നേഹം ജയിക്കുന്നു. ഹേതുവില്ലാത്ത സ്നേഹം ജയിക്കുന്നു. ആ ഹേതുവില്ലാത്ത സ്നേഹം നിലനിൽക്കുകയും ചെയ്യുന്നു. ഹേതുവില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് എഴുതിയ കവിയാണ് ആശാൻ. അത് ഓരോ തലത്തിൽ, അത് ലൗകിക തലത്തിൽ, അത് ആത്മീയ തലത്തിൽ ഒക്കെയും അദ്ദേഹം ആവിഷ്കരിച്ചു. അദ്ദേഹം ഏറ്റവും കൂടുതൽ മലയാളത്തിൽ സ്നേഹം എന്നുള്ളത്, അല്ലെങ്കിൽ ഈ സൗഹൃദം എന്നുള്ളത് ഏറ്റവും ശക്തമായി ആവിഷ്കരിച്ച കവിയാണ്. പ്രത്യേകിച്ചും സ്ത്രീകളുടെ സൗഹൃദം. ആശാന്റെ കാവ്യങ്ങളിലൊക്കെ നായികമാർക്ക് സ്നേഹിതമാരുണ്ട്. കാടും കടലും അരുകു ജീവിതങ്ങളുടെ വർത്തമാനം എന്ന വിഷയത്തിൽ പാനൽ ഡിസ്കഷനും നടന്നു. അനിൽകുമാർ, അനീഷ്യ, സലാഹുദ്ദീൻ, ഭരതൻ പി അശോക്, ധന്യ വേങ്ങാഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. കവിതാവതരണം, സെമിനാറുകൾ, കവിതാ സംവാദം, കൊട്ടും പാട്ടും, അന്താരാഷ്ട്ര സെമിനാറുകൾ തുടങ്ങിയവയും രണ്ടാം ദിനത്തിൽ നടന്നു. കവിതയുടെ കാർണിവൽ ഞായറാഴ്ച സമാപിക്കും. രാവിലെ മുതൽ കവിതാവതരണം, വിവർത്തന കവിത, പാനൽ ഡിസ്കഷൻ, പ്രബന്ധാവതരണം, പുസ്തക പ്രകാശനം തുടങ്ങിയവ നടക്കും. അന്താരാഷ്ട്ര സെമിനാറിൽ മലയാളിയുടെ പ്രവാസം, ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തിൽ ബെന്യാമൻ പ്രഭാഷണം നടത്തും. മലയാളനാട് കവിതാ പുരസ്കാര സമർപ്പണവും സമാപന ദിവസം നടക്കും. കവിതയുടെ കാർണിവലിന്റെ രണ്ടാം ദിനത്തിൽ കേരള ചലച്ചിത്ര രചനയിലെ അദൃശ്യ പ്രദേശങ്ങളും ജനതയും മാപ്പിള മുസ്ലിം ആഖ്യാനങ്ങൾ എന്ന വിഷയത്തിൽ അന്താരാഷ്ട്ര സെമിനാർ നടന്നു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന കവിതയുടെ കാർണിവൽ 8ാം പതിപ്പിന്റെ ഭാഗമായാണ് കേരള ചരിത്ര രചനയിലെ അദൃശ്യ പ്രദേശങ്ങളും ജനതയും മാപ്പിള മുസ്ലിം ആഖ്യാനങ്ങൾ എന്ന വിഷയത്തിൽ അന്താരാഷ്ട്ര സെമിനാർ സംഘടിപ്പിച്ചത്. ഡോക്ടർ ഷാനവാസ് പറവണ്ണയുടെയും ഡോക്ടർ ഹസീബ് മദിനിയുടെയും നേതൃത്വത്തിലായിരുന്നു സെമിനാർ. കൊടുങ്ങല്ലൂരിന്റെ പ്രാദേശിക ചരിത്രരചനയെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു സെമിനാർ നടന്നത്. ഈ വിഷയം അന്വേഷിക്കാൻ പഠിക്കാനൊക്കെ ചെന്നപ്പോൾ പറഞ്ഞത്, ഞങ്ങൾക്ക് ഉച്ചഭക്ഷണം, ഞങ്ങളൊക്കെ പഠിക്കുന്നത് എറിയാട് ഈ സ്കൂളിലാണ്, ഉപസ്ഥാപിച്ച സ്കൂളിൽ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞങ്ങളുടെ പറമ്പിന്റെ നാലയത്ത് പോലും വരാൻ തയ്യാറാകാതിരുന്നവരും നാലയത്ത് വരരുത് എന്ന് കുടുംബപരമായി തന്നെ താവഴിയാൽ ഞങ്ങൾക്ക് തന്നെ സാധ്യമുണ്ടായിരുന്നവരുമായ ഈ ചെറുമക്കളുടെ കൂടെ, ഈ ഹരിജൻ വിഭാഗത്തിലെ കുട്ടികളുടെ കൂടെ താഴ്ന്ന ജാതിക്കാർ എന്ന സമൂഹത്തിലും ചരിത്രത്തിലും എക്കാലത്ത് മാർജിനലൈസ് ചെയ്യപ്പെട്ട, അവഹേളിക്കപ്പെട്ട ആ വിഭാഗത്തിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാലേ ഞങ്ങൾക്ക് ഭക്ഷണമുള്ളൂ, അല്ലെങ്കിൽ വീട്ടിൽ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടുമായിരുന്നില്ല, ഉമ്മ ഞങ്ങൾക്ക് ഭക്ഷണം തരുമായിരുന്നില്ല. ജാതി വ്യവസ്ഥിതി ശക്തമായി വേരൂന്നിയ കൊടുങ്ങല്ലൂർ എന്ന പ്രദേശത്ത് നടന്ന സമരങ്ങളെയും ലഹളയെയും ചർച്ചയ്ക്ക് വിധേയമാക്കിയതിനു പുറമെ കീഴ്ജാതിക്കാർക്ക് പിന്തുണ നൽകിയും മിശ്രഭോജനത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ് ഹാജിയെ അനുസ്മരിക്കുകയും ചെയ്തു. വി ഹിമത്തുള്ള ഏകോപനം നടത്തി. കോളേജിലെ അറബി വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അന്താരാഷ്ട്ര സെമിനാർ നടത്തിയത്. അതൊന്നും ചരിത്രത്തിൽ നവോത്ഥാന പ്രവർത്തനങ്ങളെ കുറിച്ച് നവോത്ഥാന നായകരെ സൂചിപ്പിക്കുമ്പോൾ ഏതെങ്കിലും ചില പുസ്തകങ്ങളിൽ വഖഫ് അബ്ദുൽഖാദർ മുതൽ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇടം പിടിച്ചെങ്കിലായി ബാക്കി നമുക്ക് മുസ്ലിം സമൂഹത്തിൽ എണ്ണി കാണുന്ന മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ മണപ്പാട്ട് കുഞ്ഞാമ്പറാജി അടക്കമുള്ള ഒരുപാട് മഹാരഥന്മാരായ നായകന്മാരെ ഓർക്കുവാനോ അവരെ കുറിച്ച് പഠിക്കുവാനോ പ്രതിപാദിക്കുവാനോ ചരിത്രത്തിൽ രേഖപ്പെടുത്തുവാനോ നമ്മുടെ സമൂഹത്തിൽ ശ്രദ്ധയില്ലാതെ. പട്ടാമ്പി പടിഞ്ഞാറേ മഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന കഥകളി ശ്രദ്ധേയമായി. ഉത്സവം 5ാം നാളിൽ രാവിലെ സർവൈശ്വര്യ പൂജയും ഉണ്ടായി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. പട്ടാമ്പി പടിഞ്ഞാറേമഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഉത്സവം 5ാം ദിവസമായ രാവിലെ സർവേശ്വര പൂജയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. നിരവധി പേർ സർവേശ്വര പൂജയിൽ പങ്കാളികളായി. ഓം ശിവകാമ പ്രഭുരിന്യേ നമഃ. ഓം ശിവലിംഗാർച്ചന ബലായേ നമഃ. ഓം ശിവാലിംഗന കൗതുകേ നമഃ.
ഓം ശിവാലോകന സന്തുഷ്ടായേ നമഃ. തുടർന്ന് ഭരതനാട്യ കച്ചേരി, നൃത്താവതരണം, തിരുവാതിരക്കളി, മോഹിനിയാട്ട കച്ചേരി, നൃത്തങ്ങൾ തുടങ്ങിയ പരിപാടികളും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം സത്വിക് പ്രശാന്ത് ചൂരക്കോടാൻ ദേവികയുടെ ഭരതനാട്യം അരങ്ങേറി. നീലമയിൽ നീരിൽ ഏറി ആവിനും കൂടിയിൽ തോന്നും നീലമയിൽ നീരിൽ ഏറി ആവിനും തുടർന്ന് കഥകളിയും ഉണ്ടായിരുന്നു. ബാലിപദമായിരുന്നു കഥ. നിരവധി പേർ കലാപരിപാടികൾ ആസ്വദിക്കാൻ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. കാലനെ വസിക്കും ഞാൻ നിന്നുടെ നഗരിയിൽ വസിക്കും ഞാൻ നിന്നുടെ നഗരിയിൽ കാലനെ വസിക്കും ഞാൻ. ഉത്സവം 6ാം ദിവസമായ ഞായറാഴ്ച ഉത്സവ ബലിയാണ്. രാവിലെ 10:30 ഉത്സവ ബലിയും തുടർന്ന് ഉത്സവ കഞ്ഞിപ്രസാദ വിതരണവും നടക്കും. 2 മണി മുതൽ തിരുവാതിരക്കളി, ഭരതനാട്യ കച്ചേരി, സംഗീതാർച്ചന, തൃത്തായമ്പക എന്നിവ അരങ്ങേറും. SDPI കാഞ്ഞിരത്താൺ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞിരത്താണി സെൻട്രൽ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം നടത്തി. പാർട്ടി മണ്ഡലം പ്രസിഡന്റ് നാസർ തൃത്താല ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് സുലൈമാൻ അധ്യക്ഷത വഹിച്ചു. ഹസൻ ചെയ്യാനൂർ വിശദീകരണം നടത്തി. ബ്രാഞ്ച് സെക്രട്ടറി മുസ്തഫ, മൊയ്നുദ്ദീൻ, അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു. ആളുകൾ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖമായി കൊണ്ട് ദൈവനാമത്തിൽ നിന്ന് എഴുതി വെക്കരുത്, എഴുതി വെച്ചു. ഇന്ത്യയുടെ മകുടോദാഹരണം, സൗരഭ്യത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഒരു വാക്ക്, വി ആർ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ജനങ്ങളുടെ ഒരു നാടാണിത്. അവരുടെ ആമുഖമായി അവരുടെ ഭരണഘടന തുടങ്ങേണ്ടത് മനുഷ്യരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്, മനുഷ്യത്വത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. അങ്ങനെ അഭിസംബോധന ചെയ്ത് ഇന്ത്യയുടെ ഭരണഘടന എഴുതി വെച്ച ഒരു മനുഷ്യനെ വിമർശിക്കുന്ന നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് ഈ കാലഘട്ടത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണെന്ന് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.